ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം വലിയ വിശാല മനസ്സോട് പറഞ്ഞിട്ടുണ്ട്, വെറും സേവനം, ഞാനിതൊക്കെ പണികളൊക്കെ നടത്തി വേഗം അങ്ങ് തിരിച്ചു കൊടുക്കാം എന്ന് അദ്ദേഹം ഇന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയും ഒരു ചെറിയ പ്രശ്നമുണ്ട്. സ്റ്റേഡിയം നവീകരണ വിഭാഗത്തിൽ വിശദീകരണവുമായി GCDA വന്നിരിക്കുന്നു. കായിക മന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചാണ് സ്റ്റേഡിയം നവീകരണത്തിന് കൈമാറിയത്. GCDAക്ക് ഔദ്യോഗികമായി കത്ത് ലഭിച്ചു. കത്ത് നൽകിയത് കായിക മന്ത്രി. അർജന്റീന മത്സരവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ലഭിച്ച ഉത്തരവുകളും കത്തുകളും സെപ്റ്റംബർ 25 ചേർന്ന GCDA എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചർച്ച ചെയ്യുകയും സ്റ്റേഡിയം വിട്ടു നൽകാൻ തീരുമാനിക്കുകയും ചെയ്തുവെന്നും GCDA വ്യക്തമാക്കുന്നു. ISL-ൽ കലൂരിൽ തന്നെ നടക്കുമെന്നും GCDA വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇത് GCDAയുടെ ഒരു പ്രധാനപ്പെട്ട വാർത്താക്കുറിപ്പാണ്. ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അവിടേക്കാണ് എൻ്റെ ചോദ്യം. ശ്രീ KM ഷാജഹാൻ കൂടി ഈ നിമിഷം നമുക്ക് തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സ്വാഗതം ശ്രീ KM ഷാജഹാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷം അങ്ങ് ടീം ജനത്തിൻ്റെ ഒരു ഫ്ലോറിൽ വരികയാണ്. അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ഷാജഹാൻ, ഒറ്റ കാര്യം, ഇതിനകത്ത് ഒരേ ഒരു കാര്യമേ അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ളൂ. അതിൽ അങ്ങയുടെ വിലപ്പെട്ടൊരു അഭിപ്രായം കൂടി ആവശ്യമുണ്ട്. ഒന്ന്, മാംഗോ ഫോണും പറഞ്ഞ് കോടികൾ തട്ടിപ്പ് നടത്തിയ ഒരു സ്പോൺസർ, സ്വാഭാവികമായി അതിനുശേഷം മരമുറിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദത്തിൻ്റെ പ്രതിപട്ടികയിൽ നിൽക്കുന്ന ഒരു സ്പോൺസർ, മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 11 കേസുകളുള്ള ഒരു സ്പോൺസർ, ഇങ്ങനെ അടിമുടി നോക്കിയാൽ നൂറുകണക്കിന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ പ്രതിപട്ടികയിലുള്ള ഒരു സ്പോൺസർ. ഈ സ്പോൺസർമാർ ഇപ്പോൾ വിളിച്ചു വരുത്തി, ഇതാ മെസ്സിയുടെ പരിപാടി നിങ്ങൾ നടത്തിക്കോളൂ, അതിനെ ഇപ്പോൾ അവലോകനയോ നടത്താൻ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്? ചീഫ് സെക്രട്ടറി വേണോ? ഇതാ വന്നോട്ടെ, ചീഫ് സെക്രട്ടറി വരുന്നു, പ്രധാനപ്പെട്ട പോലീസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വരുന്നു, അവരെല്ലാവരും കൂടി ചേർന്ന് തീരുമാനമെടുക്കുന്നു. അർജന്റീനയും അറിഞ്ഞിട്ടില്ല, മെസ്സിയും അറിഞ്ഞിട്ടില്ല, ഫിഫയും അറിഞ്ഞിട്ടില്ല. ഈ സർക്കാർ ഈ സ്പോൺസർമാർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു സാഹചര്യം എങ്ങനെ നോക്കിക്കാണും? പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ? അതായത് ഇയാളൊരു ഭൂലോക കള്ളനാണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു, അത് വിശദമായി തന്നെ നിങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തൊന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇയാളുടെ എല്ലാ കേസുകളും ഞാൻ എടുക്കുന്നില്ല, ഇയാളുടെ ഒരൊറ്റ കേസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. 2020 ഇയാൾ നടത്തിയ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന ആ മരം കൊള്ള, ഒരുപക്ഷെ 2001-2006 കാലഘട്ടത്തിൽ ആണ് കേരളത്തിൽ സംഘടിതമായിട്ടുള്ള വനം കൊള്ളകൾ നടന്നിട്ടുള്ളത്. നമുക്കറിയാം, മതികെട്ടാൻ, ഭൂയംകുട്ടി, ജീരകപ്പാറ മുതലായിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള വനം കൊള്ളകൾ 2001-2006 കാലഘട്ടത്തിൽ UDF സർക്കാരിലാണ്, ഇതിന്റെ സമയത്താണ് നടന്നിട്ടുള്ളത്. അതിനെതിരെ VS അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിനെ തുടർന്ന് സംഘടിതമായിട്ടുള്ള വനം കൊള്ളകളെല്ലാം അവസാനിച്ചിരുന്നു. അത് പിന്നീട് നമ്മൾ കേൾക്കുന്നത് 1ാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ആ മരം കൊള്ള തിരിച്ചു വന്നതാണ് 2020 മുട്ടിൽ മരമുറി. നമ്മൾ ഈ മുട്ടിൽ മരമുറി എന്ന് പറഞ്ഞിട്ടുള്ള വനം കൊള്ളയെ കുറിച്ചിട്ട് നമ്മൾ കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതൊരു സാധാരണ വനം കൊള്ളയല്ല. അത് ശരിക്കും അത് സർക്കാർ കൊണ്ടാക്കി കൊടുത്ത ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അതിഭീകരമായിട്ടുള്ളൊരു കൊള്ള നടത്തി 90 ദിവസം മരം കൊള്ള നടത്താനായിട്ട് സർക്കാർ അനുവാദം കൊടുത്തിട്ട് 90 ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാർ ആ ഉത്തരവ് അങ്ങ് പിൻവലിച്ചു. അപ്പൊ യഥാർത്ഥത്തിൽ വലിയ രാജകീയ മരങ്ങൾ, ഈട്ടി, തേക്ക് മുതലായിട്ടുള്ള, എബണി മുതലായിട്ടുള്ള രാജകീയ മരങ്ങൾ മുറിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ഒരു ഉത്തരവ് സർക്കാർ ഇറക്കി കൊടുത്തിട്ട് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ശതകോടികളുടെ മരം വെട്ടി മുറിച്ചിട്ട് 90 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. അപ്പം സർക്കാരിന്റെ ഒത്താശയോട് കൂടിയിട്ടാണ് ഈ വലിയ മരംകൊള്ള നടന്നത്. ഇനി ആ മരംകൊള്ളയുടെ വ്യാപ്തി എന്താ? വ്യാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300-400 വർഷമൊക്കെ പഴക്കമുള്ള ലക്ഷക്കണക്കിന് 50-60 ലക്ഷവും 1 കോടിയൊക്കെ വിലയുള്ള മരങ്ങൾ പാവപ്പെട്ട ആദിവാസികളുടെ ഭൂമിയിൽ നിൽക്കുന്നത് 25,000-നും 50,000-നും ഒക്കെ കൊടുത്തിട്ടാണ് ഈ 50 ലക്ഷത്തിന്റെ 75 ലക്ഷത്തിന്റെ 1 കോടിയുടെയൊക്കെ ഈ 4 ആള് പിടിച്ചാൽ പോലും കിട്ടാത്തത്ര വലിയ മരങ്ങളാണെന്ന് മുറിച്ചുകൊണ്ട് പോയത്. അത് മുറിച്ചിട്ട് ആ മരങ്ങള് മിനിറ്റ് കൊണ്ട് മുറിക്കുന്ന വലിയ സാങ്കേതിക വിദ്യ കൊണ്ട് മുറിച്ച് ലോറിയിൽ കയറ്റുന്നു, നേരെ പോർട്ടിൽ ചെല്ലുന്നു, പോർട്ടിൽ നിന്ന് അത് അപ്പം തന്നെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകുന്നു. അത് ചെയ്ത് ശതകോടികൾ ഉണ്ടാക്കിയ ഭൂലോക കള്ളന്മാരാണ് ഈ ആൻഡോ സഹോദരന്മാര്, ഈ ആൻഡോയും റോജിയും മറ്റവനും മറിച്ചവനും ഒക്കെ. അപ്പം എത്ര ഭീകരമായിട്ടുള്ള കൊള്ളയാണ് നടന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. കോടികളുടെ മരം 25,000-30,000 ഒക്കെ കൊടുത്ത് ആദിവാസികളിൽ നിന്ന്
ഒരു 100-300 കോടി രൂപയുടെ മരം മുറിച്ചുകൊണ്ട് പോയിട്ടുള്ള ഭൂലോക തെണ്ടികളും കൊള്ളക്കാരും മരം കൊള്ളക്കാരും വനം കൊള്ളക്കാരനുമാണ് ഈ ആൻഡോ സഹോദരന്മാര്. ആ മരം കൊള്ള നടത്തിയിട്ടുള്ള ആ കാശ് കൊണ്ടാണ് ഈ വൃത്തികെട്ടവന്മാർ ഇവിടെ വന്നിട്ട് ഈ റിപ്പോർട്ടർ ചാനൽ വാങ്ങിച്ചത്. ആ വൃത്തികെട്ട ഏറ്റവും വലിയ അതിക്രൂരന്മാരായിട്ടുള്ള ഈ മരം കൊള്ളക്കാർക്ക് ആ മരം കൊള്ളക്കാരൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ GCDA സ്റ്റേഡിയം ഞാൻ മെച്ചപ്പെടുത്തി തരാമെന്ന്. അവൻ വന്നിട്ട് പറയാണ്, അവൻ 135 കോടി രൂപ കൊടുത്തു. അവൻ പറയാണ് ഞാൻ 70 കോടി കൊടുത്തിട്ട് ഞാൻ ഇത് വേൾഡ് സ്റ്റാൻഡേർഡ് ആക്കി. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ഒരുത്തനും നട്ടല്ലില്ലേ അവനോട് ചോദിക്കാൻ, എടാ നീ കൊണ്ടുവന്ന 135 കോടി രൂപയുടെ സ്രോതസ് എന്താ? നീ എങ്ങനെയാണ് ഈ 135 കോടി രൂപ ഉണ്ടാക്കിയത്? നീ GCDA സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള 70 കോടി രൂപ എവിടുന്നാണ്? അതിന്റെ സ്രോതസ് എന്താണ് എന്ന് ചോദിക്കാനുള്ള നട്ടലുള്ള ഒരു ഭരണകൂടം ഇവിടെ ഇല്ല. കാരണം 100 ആൻഡോ അഗസ്റ്റിനേക്കാൾ വലിയവനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. അയാൾ ഇരിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇവിടെ ഉള്ളത്. ഞാൻ പറയായിരുന്നു, VS അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇവൻ അഴിയെണ്ണിക്കൊണ്ടിരുന്നേനെ. എനിക്ക് ഏറ്റവും കൂടുതൽ ഖേദമുണ്ടായ ഒരു കാര്യം, VS അച്യുതാനന്ദന്റെ കൂടെ പതിറ്റാണ്ടുകളോളം ഉറച്ചു നിന്ന ഒരു നേതാവാണ് GCDAയുടെ ചെയർമാനായിട്ടിരിക്കുന്നത്. അയാളുടെ പേരാണ് ചന്ദ്രൻപിള്ള. VS അച്യുതാനന്ദനെ എല്ലാവരും വിട്ട് പോയപ്പോഴും VS അച്യുതാനന്ദന്റെ കൂടെ ഉറച്ചു നിന്നവനാണ് ചന്ദ്രൻപിള്ള. ആ ചന്ദ്രൻപിള്ളയാണ് ഈ ഭൂലോക തട്ടിപ്പുകാരന് ഈ GCDA സ്റ്റേഡിയം നന്നാക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊടുത്തത്. ഞാൻ രാവിലെ ചന്ദ്രൻപിള്ള വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, എന്താ സഹോദരൻ എന്ത് ഈ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞു, VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. നീ ചോദിക്കുമ്പോഴത്തേക്ക് ചന്ദ്രൻപിള്ള എന്നോട് പറയുന്നത്, അത് ഷാജാനെ മന്ത്രി അനുവദിച്ച് തന്നെന്ന്. മന്ത്രി ഇയാളെ സ്പോൺസറാക്കി തന്ന പിന്നെ നടപ്പിലാക്കണം. ഞാൻ ചോദിച്ചു, കൊള്ളാവല്ലോ ഇത്, നിങ്ങൾ VS അച്യുതാനന്ദന്റെ ശിഷ്യനായിട്ടുള്ള നിങ്ങളാണോ ഈ പറയുന്നത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പഴയ പാർട്ടിയല്ല, പുതിയ പാർട്ടിയാണ്, ഘട്ടം VS അച്യുതാനന്ദൻ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം, ഈ ഭൂലോക തട്ടിപ്പുകാരനോട് നിങ്ങൾ കൊണ്ടുവന്ന 135 കോടി രൂപ എവിടുന്ന് നിങ്ങൾ മെസ്സിയുടെ അവിടെ കൊടുത്തെന്ന് പറയുന്നത്? നിങ്ങൾ 70 കോടി രൂപ കൊണ്ടുവന്നു, അത് എവിടുന്ന്? അതിന്റെ സോഴ്സ് എന്താണെന്ന് ചോദിക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് നട്ടലില്ല. കാരണം അതിനേക്കാൾ വലിയ കള്ളന്മാരാണ് സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ബ്ലോക്കിൽ ഇരിക്കുന്നത്. അപ്പൊ അത് ചോദിക്കാത്തിടത്തോളം കാലം ഇതുപോലുള്ള കള്ളന്മാർ ഇവിടെ കൊടികുത്തി വാഴും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് GCDA ചന്ദ്രൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള GCDA ഒക്കെ കാണിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരമാണ്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആണ് ഇതിന്റെ കരാർ കൊടുക്കുന്നത്. വേറെ ഇത്ത കരാർ, എന്താണ് അതിന്റെ നിബന്ധനകൾ? അതിലെന്ത് നിബന്ധനയാണുള്ളത്? എന്ത് ക്രെഡൻഷ്യൽ നോക്കിയിട്ടാണ് ഇയാളെ സ്പോൺസറായിട്ട് തെരഞ്ഞെടുത്തത്? ഇയാൾ ഇങ്ങോട്ട് വരുന്നു, ഇയാൾ കാശ് തരുന്നു, ഇയാൾ കൊടുക്കുന്നു. ഇയാളുടെ കൂടെ ഒരുത്തൻ എന്താ പുട്ട വിമലാദിത്യ എന്നും പറഞ്ഞിട്ട് എറണാകുളത്തെ ഒരു കമ്മീഷണർ. നാണം കെട്ടവന്മാരല്ലേ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര്? അഴിയെണ്ണണ്ടവന്റെ കൂടെ ഏതാണ്ട് ആൻഡോ അഗസ്റ്റിന്റെ സുരക്ഷയ്ക്ക് പോകുന്നത് പോലെയാണ് എറണാകുളത്തെ ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. ഇവനൊക്കെ എവിടുന്ന് വന്നവനാണ് ഇവനെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ജയിലിൽ കിടക്കേണ്ടവനാണ്. അവൻ്റെ അടുത്ത് കൂടെ പോകുന്നു, മന്ത്രി പോകുന്നു. അപ്പം ഈ 100 ആൻഡോ അഗസ്റ്റിനെ തോൽപ്പിക്കുന്നവന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഭരണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതല്ല, ഇതിനപ്പുറം നമ്മൾ കാണും. നമ്മളിതൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ GCDA എന്ന് പറയുന്നത് മൊത്തത്തിൽ അവൻ വിലക്കെടുത്തോണ്ട് പോയേനെ. അവനിപ്പോ പറയുന്നത് എന്താണ്? ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ ഭൂലോക കൊള്ളക്കാരൻ വന്നിട്ട് പറയാണ്, എനിക്ക് പൈസ ഇനി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മറ്റവനെ കൊണ്ടുവരും. അപ്പൊ ഇത്ര വിലയുള്ളോ? കോടികളുടെ വില ഇത്ര ഉള്ളോ എന്നാ എന്റെ ചോദ്യം. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ, VS അച്യുതാനന്ദനായിരുന്നെങ്കിൽ ഈ കൊള്ളക്കാരൻ അഴിയെണ്ണിക്കൊണ്ട് ഇവിടെ വിയൂർ സെൻട്രൽ ജയിലിൽ എവിടെയെങ്കിലും കിടന്നേനെ. പക്ഷെ അവൻ ഇവിടെ വന്നിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. അവൻ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ റൂളിംഗ് ദ റൂസ്റ്റ് എന്നുള്ളതാണ് അവസ്ഥ. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിനേക്കാളും 100 വലിയ കള്ളന്മാര് അവിടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുമ്പോൾ ഇതുപോലുള്ള ചോട്ടാ കള്ളന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ വാഴും. അത് നമ്മൾ കണ്ടോണ്ടിരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ 139 കോടി ഇതിന് കണക്കുണ്ട് എന്ന് അങ്ങ് ചോദിച്ചു. എനിക്ക് വീണ്ടും സംശയമുള്ളത്, ഇതങ്ങ് എത്തിയിട്ടുണ്ടോ? അതോ ഈ 139 കോടി ഇതാ മെസ്സി വന്ന വകയിൽ
നമ്മൾ ഈ ആനയ്ക്ക് സർവത്ത് വാങ്ങിയ വകയിൽ 6000 എന്നൊക്കെ പറഞ്ഞ് കണക്ക് എഴുതി വെക്കുന്നത് പോലെ മെസ്സിയെ കൊണ്ടുവരാനുള്ള വകയിൽ 139 കോടി, അതിൻ്റെ സോഴ്സ് പിന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള നല്ലൊരു ഒരു ഇടം കൂടിയല്ലേ ഉണ്ടാകുന്നത്. ഇനി പോട്ടെ, ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും ഈ കേരളവും തമ്മിൽ എന്തെങ്കിലും കരാറുണ്ടോ? ആ കരാർ ഇവരെന്തുകൊണ്ട് പുറത്തു വിടുന്നില്ല? ഈ ചോദ്യങ്ങളവിടെ ബാക്കി നിൽപ്പുണ്ട്. ഇതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഇത് ഞാനും ശ്യാം ബാബുവും ഞാനും തമ്മിലാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഈ 135 കോടി രൂപ കൊടുത്തതിന്റെ രേഖ എവിടെ? അതിന്റെ സോഴ്സ് എവിടെ? അത് ബ്ലാക്ക് ആണോ അത് വൈറ്റ് ആണോ? ഇതൊക്കെ ചോദിക്കേണ്ട ഒരു സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ. ആ സ്റ്റേറ്റ് അവനെ പച്ച പരവിധാനം വിളിച്ചിട്ട് ഡിസ്ട്രിക്ട് പോലീസ് കമ്മീഷണർ അവന്റെ മുമ്പിലോട്ട് വിട്ടുകൊടുക്കുകയാണ്. പിന്നെ ഇത് ഇവിടുത്തെ സ്റ്റേറ്റ് മാത്രമല്ല, കേന്ദ്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം അവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ പ്രതിപക്ഷ നേതാക്കന്മാരൊക്കെ ആയിരുന്നു ഇതുപോലെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ അവനൊക്കെ എന്നെ അകത്ത് പോയനെ. ഈ മണി ലോണ്ടറിങ് അന്വേഷിക്കുന്ന സംവിധാനമല്ലേ ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അവരെന്താണ് ഇവന്റെ ഈ 135 കോടി രൂപയെ കുറിച്ചിട്ട് അന്വേഷിക്കാത്തത്? ഇത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ളതിന് ആരും സംശയവുമില്ല. ഞാൻ പറഞ്ഞു, ആ വൃത്തികെട്ടവൻ അവൻ ഈ വൃത്തികേടെല്ലാം കാണിച്ചിട്ട് അവൻ വന്നിരുന്ന് പത്രക്കാരോടൊക്കെ കാണിക്കുന്ന താൻ പ്രമാണിത്വം. ശ്യാമബാബു, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പിന്നെ ചൂരൽമലയിൽ സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഈ വൃത്തികെട്ടവൻ വന്ന ഓർമ്മയില്ല, 150 കോടി രൂപ മുടക്കി എത്ര വീടുണ്ടാക്കി കൊടുക്കുന്നു. അവൻ ഒരു ചെറ്റക്കുടില് അവനവിടെ നിർമ്മിച്ചോ? ഇത് ചോദിക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന്റെ പേരിൽ അവൻ 100 കോടി രൂപ അവനവിടെ ഉണ്ടാക്കി കാണും. ആ ഉണ്ടാക്കിയ കാശ് വൈറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത് ചെയ്യുന്നത്. അവൻ എന്ന് വന്നിട്ട് പറയാണ് അവിടെ പന്തുകൾ നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ 70 കോടി രൂപ കൊടുത്തുകൊണ്ട് അത് പിന്നെ വേൾഡ് സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ആകുന്നത്. ഇത് എവിടെ നിന്നാണ് ഈ കാശ് എന്നുള്ള ചോദ്യം മിനിമം ചോദിക്കണ്ടേ? ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ പോലും ചോദിക്കുന്നത് കണ്ടില്ലല്ലോ. മാധ്യമപ്രവർത്തകരെങ്കിലും ചോദിക്കണ്ടേ? പിന്നെ 135 കോടി രൂപയുടെ സോഴ്സ് എന്താണ്, 70 കോടി രൂപയുടെ സോഴ്സ് എന്താണ് എന്ന് ചോദിക്കണ്ടേ? അപ്പം മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല, സർക്കാർ ചോദിക്കുന്നില്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നില്ല, ഒരു ഏജൻസിയും ചോദിക്കുന്നില്ല. സ്വാഭാവികമായും അവനൊക്കെ ഇത് വന്നിട്ട് ഇതും കാണിച്ചുകൊണ്ട് അവനൊക്കെ പോവും. അതല്ലേ ഇവിടുത്തെ അവസ്ഥ? അത്ര ഗതികെട്ട അവസ്ഥ ഇത് എന്ന് ആലോചിച്ച് നോക്ക്. 20 വർഷക്കാലം സമരം ചെയ്ത് ബാലകൃഷ്ണപിള്ളയെ ജയിലിലടച്ചൊരു നേതാവ് ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ പ്രായം കൂടി ആ മനുഷ്യൻ മരിച്ചു മണ്ണടിഞ്ഞു പോയി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എന്ത് ചെയ്യാൻ പറ്റും? തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇവനെയൊക്കെ വാലറ്റിലൂടെ കുത്തി കീറി എന്തായാലും അല്ലാതെ വേറെ നിവൃത്തിയില്ല. അതെ, ആ ഒരു പ്രതീക്ഷയാണ് അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഒക്കെ മുന്നോട്ട് വെക്കുന്നത്.